ഈ ഡിസ്കോ കളിച്ചോണ്ടിരിക്കുന്ന ശുദ്ധജാതക്കാരനും ഈ ഡാൻസും കൂത്തായി നടന്നിരുന്ന ചൊവ്വാദോഷക്കാരിയും ഒഫീഷ്യലി കല്യാണം കഴിച്ചിട്ട് ഇന്നേക്ക് 11 വർഷം. കല്യാണം കഴിഞ്ഞല്ലോ, ഇനി ആടിച്ചു പൊളിച്ച് തോന്നിയ പോലെ ജീവിക്കാമെന്ന് കരുതി വന്ന എനിക്ക് ഇങ്ങേര് പണി തന്നോണ്ടേയിരുന്നു. പണി ഇൻ ദ സെൻസ് ദാ ഈ പണി. അങ്ങനെ ഞങ്ങൾ 2 എന്നുള്ളത് ഞങ്ങൾ മൊത്തത്തിൽ 4 മാറി. ഇനി ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്റെ പ്രസവമായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ ട്രെൻഡിങ് അരികുത്തിനെ പറ്റി എനിക്കൊന്നും ആരും പറഞ്ഞെന്നില്ല ഗൈസ്. അറിയായിരുന്നെങ്കിൽ ഞാൻ കുറച്ചധികം അരികുത്തിയാണ്. അത്രയ്ക്ക് സുഖപ്രസവമായിരുന്നു. ഡിസ്ചാർജിന്റെ അന്ന് അനങ്ങാൻ വയ്യെങ്കിലും ജീവനോടെ ബാക്കിയുണ്ടല്ലോ എന്ന സന്തോഷമാണ് ഈ കാണുന്നത്. അങ്ങനെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ ഒരു ബോധവും ഒരു പക്വതയില്ലാത്ത ഞങ്ങൾ പിള്ളേരെ വളർത്താൻ തുടങ്ങി. അല്ല, അവരെ കുറ്റം പറയാൻ പറ്റില്ല, ഞങ്ങളും അത് ചിന്തിക്കാറുണ്ടായിരുന്നു. പക്ഷെ പോകെ പോകെ ഞങ്ങൾക്ക് ഒരു കാര്യം പിടികിട്ടി. ഞങ്ങൾ ആക്ച്വലി അവരെ വളർത്തല്ലായിരുന്നു കേട്ടോ, ഞങ്ങളും അവരെ കൂടെ വളരുമായിരുന്നു. പണ്ട് ഞങ്ങൾ പ്രേമിച്ചടന്നിരുന്ന കാലത്തുണ്ടല്ലോ, വിച്ചുവിനെ ഒരു അച്ഛൻ കഥാപാത്രത്തിൽ ചിന്തിക്കുമ്പോൾ ഞാൻ ഒരുപാട് ചിരിക്കുമായിരുന്നു. പക്ഷെ സത്യം പറഞ്ഞ വിച്ചു ഇപ്പൊ പിള്ളേരുടെ കൂടെ കളിക്കുന്നതും അവരെ നോക്കുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നും അച്ഛനെന്ന റോൾ വിച്ചുവിനേക്കാൾ കൂടുതൽ വേറെ ആർക്കും ചേരത്തില്ലാന്ന്. അയ്യോ, ഇനി ഇത് കേട്ട് ബാക്കിയുള്ള അച്ഛന്മാർ എന്നെ പഞ്ഞിക്കിടാൻ വരരുത് കേട്ടോ. എന്റെ ഭർത്താവിനെ പറ്റി ഞാൻ തന്നെ വേണ്ടേ പറയാൻ, അതുകൊണ്ടാ. ഇനി കമ്മിങ് ടു അമ്മ റോൾ, പറഞ്ഞു കൊടുക്ക് വിച്ചു, ഞാൻ ആ കാര്യത്തിൽ വളരെ സൂപ്പറാണ്. ചുരുക്കി പറഞ്ഞ ഞങ്ങളിപ്പോ ഞങ്ങളുടേതായൊരു ലോകത്താ. അവിടെ ചിരികളും സന്തോഷങ്ങളും പിണക്കങ്ങളും വഴക്കുകളും എല്ലാം ഉണ്ട്. എല്ലാം ഇൻ ഇറ്റ്സ് ഫുള്ളസ്റ്റ് ഫോം, സോ കോൾഡ് അവർ ഫാമിലി. ഇനി ഞങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ സ്പെഷ്യലാന്ന് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. ഞങ്ങൾ ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പോലെ കൺസിഡർ ചെയ്യും. കുറച്ച് ടൈം ഞങ്ങൾക്കായിട്ട് മാറ്റി വെക്കും. എന്തോ അങ്ങനെ സമയം ചെലവഴിക്കുമ്പോൾ പണ്ട് പ്രേമിച്ച് നടന്ന കാലൊക്കെ ഓർമ്മ വരും കേട്ടോ. അതെന്തോ എനിക്ക് എപ്പോഴും ഒരു യങ് ഫീലിംഗ് തരാറുണ്ട്. പിന്നെ വിച്ചു ഞങ്ങളുടെ 2 ഫാമിലിയിലെയും പാരന്റ്സിനെ നല്ല രസമായിട്ടാട്ടോ ടേക്ക് കെയർ ചെയ്യുക. സ്വന്തം ഇഷ്ടങ്ങളൊന്നും പറയാത്ത ആളാണ് കേട്ടോ എൻ്റെ അമ്മ. ആ അമ്മേനെ വരെ വിച്ചു നല്ല ഹാപ്പി ആയി കൊണ്ടു നടക്കും. അത് കാണുമ്പോൾ എനിക്ക് ഉണ്ടാവുന്ന സന്തോഷം ഉണ്ടല്ലോ. പിന്നെ വല്ലപ്പോഴൊക്കെ ഞങ്ങൾ കപ്പിൾ വർക്കൗട്ട് ചെയ്യാറുണ്ട് കേട്ടോ. വർക്കൗട്ട് മാത്രമല്ല, എല്ലാ കാര്യത്തിനും എന്നെ നല്ല പോലെ പുഷ് ചെയ്യാറുണ്ട്. കണ്ടോ, ഇതുപോലെയാണ് എൻ്റെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. എന്നെ നല്ല പോലെ പുഷ് ചെയ്യും. പക്ഷെ ഞങ്ങൾ പിള്ളേരെ വെച്ചിട്ടും ഈ ടൈമൊക്കെ നല്ല പോലെ മാനേജ് ചെയ്യാറുണ്ട് കേട്ടോ. ഇനി കാണിക്കാൻ പോകുന്നതാണ് വൈബ് സാധനം. വല്ലാതെ വർക്ക് ലോഡും വീട്ടിലെ ലോഡും ഒക്കെ കൂടുമ്പോൾ സ്വിച്ച് ഇട്ട പോലെ എന്റെ മൂഡ് ഓഫ് ആയി പോകും. ആ സമയത്ത് എന്നെ മാനേജ് ചെയ്യാൻ വിച്ചുവിന് മാത്രമേ പറ്റുള്ളൂ. വണ്ടിയിൽ എന്നെ കയറ്റി എങ്ങോട്ടെന്ന് അറിയാതെ എങ്ങനെ ഓടിക്കും. എവിടെയെങ്കിലും ഒക്കെ നിർത്തി എന്തെങ്കിലുമൊക്കെ മേടിച്ചെന്ന് എന്റെ മൂഡൊന്ന് ഓക്കെ ആക്കി എന്നെ തണുപ്പിച്ചിട്ടേ പിന്നെ തിരിച്ച് വീട്ടിൽ കയറും. സമാധാനമായിട്ട് ഉറങ്ങണ്ടേ. ഇപ്പൊ മനസ്സിലായില്ല എന്റെ മുത്തുമണി എന്താ തടിച്ചിരിക്കണേന്ന്. ഇനി ബോഡി ഷെയിൻ ചെയ്യാമെന്ന് അടി ഇട്ടുവേ. ഇനി അടുത്ത ക്വാളിറ്റി. എത്ര ടയേർഡ് ആണെങ്കിലും ലേറ്റ് ആണെങ്കിലും മോന്റെ സ്കൂളിലെ കാര്യങ്ങൾക്കൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ അസുഖങ്ങളൊക്കെ വന്നാൽ ഞങ്ങൾ ഇത്തിരി എക്സ്ട്രാ അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ ചെയ്യും കേട്ടോ. മസാജും മരുന്ന് തരലും. ഇത് കണ്ടിട്ടാവാം ഒത്തിരി വയ്യാതായിരിക്കുമ്പോ പിള്ളേരും എനിക്ക് മസാജ് ചെയ്തു തരും കേട്ടോ. അങ്ങനെ ഇതാണ് കഴിഞ്ഞ 11 കൊല്ലത്തെ ഞങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യം. ഹാപ്പി ആനിവേഴ്സറി വിച്ചു.